ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഹൗ ടു സേ നോ പൊലൈറ്റ്ലി. അതായത് എങ്ങനെ നമുക്ക് പറ്റില്ല, വേണ്ട, ഇല്ല, ഇത്തരം എന്താ പറയുക വാക്കുകൾ അല്ലെങ്കിൽ ഇത്തരം എക്സ്പ്രഷൻസ് എങ്ങനെ നമുക്ക് വളരെ പൊളൈറ്റായിട്ട് പറയാം. കാരണം മറ്റുള്ളവരത് എങ്ങനെ എടുക്കുമെന്ന് നമുക്കറിയില്ല. സോ പൊളൈറ്റ് ആവുക എന്നുള്ളത്, പ്രത്യേകിച്ച് സിറ്റുവേഷൻ നോക്കി, നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പഴകാം. പക്ഷേ കുറച്ച് എന്താ പറയുക ലെസ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് പുതിയ ആയിട്ടുള്ള ആൾക്കാരിലൂടെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മാനേഴ്സ് കാണിക്കണം. അപ്പം നോ പറയുമ്പം ഒന്ന് നമ്മൾ ആലോചിച്ച് പറയണം. അതെങ്ങനെയാണെന്ന് നമുക്കിന്ന് നോക്കാം. ഗ്രേറ്റ്. എല്ലാത്തിനും മുമ്പേ ക്യാപ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രമ്യ. ക്യാപ്ഷൻ റെവല്യൂഷണറി ലേൺ ടുഗദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാമാണ്. ഇത് വളരെ ഈസി, ക്വിക്ക്, ഫൺ, എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം കൂടിയാണ്. മാത്രമല്ല വെറും 6 മാസം കൊണ്ട് ഒരു ബ്രാൻഡ് ന്യൂ യു നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്രേറ്റ്. സോ സേയിങ് നോ, എങ്ങനെയൊക്കെ നമുക്ക് നോ പറയാൻ പറ്റുന്നു. കാരണം എല്ലാ തവണയും ഒരാൾ പറയുന്നതിനോട് നമുക്ക് എന്താ പറയുക യോജിക്കണം എന്നില്ല. നമുക്ക് നമ്മുടേതായ ഒപ്പീനിയൻസ് ചിലപ്പോൾ ഉണ്ടാവും, ഇല്ലേ? നമുക്ക് നമ്മുടേതായ വേറെ വ്യൂസ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അപ്പം അത്തരം രീതിയിലൊക്കെ നമുക്ക് നോ പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ അത് പറയുന്ന രീതിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇല്ല, പറ്റില്ല, വേണ്ട, ഇല്ല, അങ്ങനെ നമ്മുടെ ടോൺ നമ്മൾ പറയുമ്പോൾ എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വേറൊരു ഇതാണ് തോന്നുന്നത്. അതായത് അവരെ നമ്മൾ മുഷിപ്പിക്കാണ്ടും നമ്മൾ നമ്മുടെ ഒപ്പീനിയനോ അല്ലെങ്കിൽ നമ്മുടെ വ്യൂസോ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ സേയിങ് നോ, എങ്ങനെയൊക്കെ നമുക്ക് നോ പറയാൻ പറ്റും. കാരണം നോ വളരെ ആവശ്യമാണ് ചില സമയത്ത് പറയേണ്ടത്. അപ്പം പറയേണ്ട രീതിയിലാണ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഡിസഗ്രീങ് പൊലൈറ്റ്ലി. ഡിസഗ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒപ്പീനിയനാണുള്ളത്, ഞാൻ നിങ്ങൾ പറയുന്നതുമായിട്ട് യോജിക്കുന്നില്ല, അതാണ്. അപ്പം അത് വളരെ പൊളൈറ്റായിട്ട് എങ്ങനെ ഒരു ഫ്രേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. നമ്മളോട് എന്തെങ്കിലും പറയുകയാണ്, ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്ന കാര്യം ഇത് കാരണമായിരിക്കും നടക്കുന്നത്, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നിട്ട് നമുക്ക് നമ്മുടെ റീസൺ പറയാം, ഇതിങ്ങനെയും ആവാം. സോ നമുക്ക് ചിലപ്പം അവർ പറഞ്ഞതിനോട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു എന്താ പറയുക താല്പര്യമായിരിക്കും ഉണ്ടാവുന്നത്. അതെങ്ങനെയായിരിക്കും, നമുക്ക് ചിലപ്പോൾ അതൊരു എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. പക്ഷേ ആ എക്സാമ്പിൾ പോകുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്. ക്യാപ്ഷൻ്റെ വക 30 days ഫ്രീ ട്രയൽ. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ലൈവ് ക്ലാസ്സസ് ഉണ്ട്, അതായത് ഓൺലൈൻ സെഷൻസ്, നിങ്ങൾക്ക് ഇൻസ്ട്രക്ടറുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാം, മറ്റു പിള്ളേരുമായിട്ട് ചേർന്നിരുന്ന് പഠിക്കാം. കൂടാതെ സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സംസാരിക്കാൻ പേടിയുള്ളവർക്ക് ഇത് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. ആൻഡ് ലേൺ ആൻഡ് പ്രാക്ടീസ് എസ് എ ഗ്രൂപ്പ്, ചേർന്നിരുന്ന് പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം, നിങ്ങളുടെ ഐഡിയാസ്, നോളജ് ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും ഈ പ്ലാറ്റ്ഫോമിൽ. കൂടാതെ മന്ത്ലി ഫ്ലുവൻസി ട്രാക്കർ, നിങ്ങളുടെ ഒരു മാസത്തെ പെർഫോമൻസ് എങ്ങനെ പോകുന്നു നിങ്ങൾക്ക് തന്നെ ട്രാക്ക് ഡൗൺ ചെയ്യാം. ഏതൊക്കെ ടോപ്പിക്കിലാണ് നിങ്ങൾ ലാഗ് ചെയ്യുന്നത്, എവിടേക്കാണ് നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു മൊത്തം ഒരു ഐഡിയ കിട്ടും. എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെ കയ്യിലും ഒരു പേഴ്സണൽ കോച്ച് ഉണ്ടാവും. സോ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ഫീഡ്ബാക്ക് തരാൻ വേണ്ടി എല്ലാവരുടെയും ഒരു പേഴ്സണലൈസ്ഡ് കോച്ചും, അതുകൂടാണ്ട് ഡെയിലി നിങ്ങൾക്ക് മൈക്രോ ലെസൺസ് തരുന്നതായിരിക്കും. എപ്പോഴും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക നോളജിനെ ഇമ്പ്രൂവ് ചെയ്യാനും പെട്ടെന്ന് കോൺസെപ്റ്റ്സിനെ പഠിച്ചെടുക്കാനും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. സോ അടിപൊളി ഒരു സംഭവമാണ്. ഇതെങ്ങനെ കിട്ടും എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. എനിക്ക് തോന്നുന്നു മഴ പെയ്യാൻ പോവാണെന്ന്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല, വല്ലാണ്ട് വെയിലടിക്കുന്നുണ്ട് ഇവിടെ, ഇപ്പം മഴയൊന്നും വരാനുള്ള ചാൻസ് ഇല്ല. നമുക്ക് പറയാം. അപ്പം നമ്മൾ പറയാം പിന്നെ മഴ ഒന്നുമില്ല, അത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് പറയാം. പക്ഷേ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എല്ലാവരും നമ്മുടെ വളരെ ക്ലോസ് കൂട്ടുകാരാവണമെന്നില്ല. ഇപ്പം വർക്ക് സ്പേസിലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും കൂടിയും കുറച്ച് വല്ലാണ്ട് അറിയാത്തവർ എന്നാൽ കുറച്ച് അറിയാവുന്ന ആൾക്കാരോട് നമ്മൾ പറയുമ്പം പറയുന്ന രീതി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം അവരെ നമ്മൾ മുഷിപ്പിക്കരുത്. സോ ഐ എം നോട്ട് ഷുവർ, എനിക്കങ്ങനെ തോന്നുന്നില്ല, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. സോ അത് നമ്മളവിടെ നമ്മുടെ ഒരു ഒപ്പീനിയൻ നമ്മൾ പറയുകയാണ്. അതായത് അവർ പറഞ്ഞിട്ട് നമ്മളങ്ങനെ യോജിക്കുന്നില്ല, എനിക്ക് തോന്നുന്നില്ല മഴ പെയ്യുന്നു നമ്മൾ പറയില്ലേ, അതാണ് ആ സംഭവം. സോ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സ്പ്ലനേഷനും കൊടുക്കാം. ഓൾറൈറ്റ്. വേറെ ഒരെണ്ണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസഗ്രീങ് പൊലൈറ്റ്ലി. ഐ എം അഫ്രേഡ്, ഐ ഡോണ്ട് അഗ്രി. ഐ എം അഫ്രേഡ്, ഐ ഡോണ്ട് അഗ്രി. അവരൊരു എന്തെങ്കിലും ഒരു റീസൺ പറയുകയാണ്, ഇത് നടക്കണതിൻ്റെ റീസൺ ചിലപ്പോൾ ഇതായിരിക്കും. അപ്പം നിങ്ങൾക്ക് തോന്നുന്നു എനിക്കങ്ങനെ തോന്നുന്നില്ല. അപ്പം എന്താണ് ഈ അഫ്രൈഡ്, ഐ ഡോണ്ട് അഗ്രി എന്ന് പറഞ്ഞാൽ? അഫ്രൈഡിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേടിയാവുന്നു എന്നുള്ളൊരിതല്ല, എനിക്ക് സങ്കടമുണ്ട്, കാരണം ഞാൻ ആ ഒരു കാര്യത്തിൽ നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നില്ല ആ ഒരു തോട്ടിൽ. അത് നമ്മളവിടെ സൂചിപ്പിക്കാനാണ് നമ്മൾ അഫ്രൈഡ്, ഐ ഡോണ്ട് അഗ്രി, ഞാൻ അതുമായിട്ട് യോജിക്കുന്നില്ല ആ പറഞ്ഞ ഒരു റീസണുമായിട്ട്. നമുക്കൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. വിന്റർ ഇസ് എ ലവ്ലി ടൈം ടു ബി ഓൺ ഹോളിഡേ. ചില ആൾക്കാർക്ക് വിൻ്റർ ഭയങ്കര ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് റെയിനി സീസൺ ഭയങ്കര ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് ഇൻഫാക്ട് സമ്മർ സീസൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ
വിന്റർ ഇസ് എ ലവ്ലി ടൈം ടു ബി ഓൺ ഹോളിഡേ. അപ്പം ഒരാളിങ്ങനെ പറയുവാണ് വിന്റർ ഭയങ്കര നല്ലതാണ് ഹോളിഡേക്ക്. I'm afraid I don't agree with you. I find it too cold. ചില ആൾക്കാർക്ക് ചിലപ്പോൾ വിന്റർ ഇഷ്ടമാവണമെന്നില്ല. I'm afraid I don't agree with you. എനിക്ക് തോന്നുന്നില്ല. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ വിന്റർ നല്ലതായിരിക്കും. ചില സ്ഥലങ്ങളിൽ പോവാൻ ഒരുപാട് കോൾഡ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ഓക്കെ. പക്ഷേ I find it too cold. എനിക്ക് ഭയങ്കര തണുപ്പായിട്ടാണ് തോന്നുന്നത് ഹോളിഡേന് ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ. സോ അത്തരം രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ഡിസഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഒത്തുചേർന്ന് പോകുന്നില്ല അല്ലെങ്കിൽ യോജിപ്പില്ല എന്ന് നമ്മൾ കാണിക്കാൻ ഇത്തരം ഫ്രേസസ് നമുക്ക് യൂസ് ചെയ്യാം. I'm afraid I don't agree. ഞാൻ തീരെ യോജിക്കുന്നില്ല അതുമായിട്ട്. I'm afraid. സോ അത് വളരെ പൊളൈറ്റായിട്ട് നമ്മൾ പറയുകയും ചെയ്തു. എന്നാൽ അവരെ അങ്ങനെ മുഷിപ്പിച്ചില്ല, നമ്മൾ നമ്മുടെ ഒപ്പീനിയനും പറഞ്ഞു. നൈസ്. വേറൊരു ദിശ I agree up to a point but I agree. അതായത് ഒരാൾ എന്തെങ്കിലും ഒരു റീസണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഒരു പരിധി വരെ ഞാൻ അതിനോട് യോജിക്കുന്നു, പക്ഷേ എന്നാലും എന്നും പറഞ്ഞ് നമ്മൾ തുടങ്ങില്ലേ, ആ ഒരു സംഭവമാണിത്. അതായത് അവരോട്ട് പൂർണ്ണമായിട്ട് നമ്മൾ എതിർക്കുന്നില്ല, ഒരു പരിധി വരെ അവർ പറഞ്ഞ് ശരിയാണ്, പക്ഷേ എന്നാലും എനിക്ക് ഇങ്ങനത്തെ ഒരു ഒപ്പീനിയനും ഉണ്ട് അതിനകത്ത്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ I feel people should be given free education. People should be given free education. ഒരാൾ പറയുകയാണ്, നല്ലൊരു ഒപ്പീനിയനാണ്. പക്ഷേ വേറൊരാൾ പറയണം I agree up to a point. ശരിയാണ്, പക്ഷേ ഫണ്ടിങ് ദ സ്കൂൾസ് മൈറ്റ് ബി an issue. സ്കൂൾസിന് ഫണ്ട് എവിടെ നിന്ന് കിട്ടും? എല്ലാവർക്കും ഫ്രീ എഡ്യൂക്കേഷൻ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഫീസ് വാങ്ങണ്ടേ? അപ്പം നമ്മൾ ആ ഒരു വേയും കൂടെ ചിന്തിക്കണം. പെട്ടെന്ന് എല്ലാവർക്കും ഫ്രീ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ഇത് പറയുകയാണെങ്കിലോ. അപ്പം ഇത്തരം ഒരു പോയിന്റ് നമ്മൾ പറയുമ്പം ഒരു പരിധി വരെ ഞാനും അഗ്രി ചെയ്യുന്നു, എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ ഫ്രീ ആക്കണം എന്നും പറഞ്ഞ് മൊത്തത്തിൽ ഫ്രീ ആക്കണ്ട എന്നുള്ളൊരു പോയിന്റ് നമ്മളവിടെ വയ്ക്കുകയാണ്. സോ ഇത്തരം രീതിയിലുള്ള ഫ്രേസസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വെച്ചാൽ മറ്റുള്ളവരെ കേൾപ്പിക്കുമ്പോൾ നമ്മൾ കട്ട് ആൻഡ് ഷോട്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ അവരോട് യോജിച്ച് പോവെങ്കിലും നമ്മളുടെ യോജിപ്പില്ലായ്മ നമ്മളവിടെ കാണിക്കുന്നുണ്ട്. സോ അതാണ് ആ ഒരു പൊളൈറ്റ് വേ ഓഫ് അപ്രോച്ചിങ്. അതാണ് ദാറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. ബട്ട് അതായത് ഇപ്പം നമുക്ക് ചില ആൾക്കാർ ഒപ്പീനിയൻ പറയാണ്, നല്ലൊരു പോയിന്റാണ്, പക്ഷേ എന്നും പറഞ്ഞ് നമ്മളുടെ വേർഷൻ ഓഫ് എക്സ്പ്രഷനും കൂടെ നമ്മളവിടെ പറയുവാണെങ്കിൽ കുറച്ച്, അതായത് സംഭവം ശരിയാണ് പക്ഷേ ഇങ്ങനെയും കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ പറയുകയാണ്. അതായത് ചിലപ്പോൾ ഒരു കോൺട്രഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കാം. അപ്പോൾ അവിടെയും നമ്മളുണ്ടല്ലോ നോ എന്ന് നമ്മളങ്ങനെ കട്ട് ആൻഡ് ഷോട്ട് പറയുന്നില്ല, നമ്മൾ നമ്മളുടെ ഭാഗവും കൂടെ, അതായത് ഇങ്ങനെയും കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മളവിടെ സൂചിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് പൊളൈറ്റ് വേ ഓഫ് അപ്രോച്ചിങ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കോൺവെർസേഷനും ഭംഗിയായിട്ട് കൊണ്ടുപോകാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. നമ്മളുടെ എക്സ്പ്രഷനും നമ്മളുടെ വേ ഓഫ് ടോക്കിങ്ങും അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്രത്യേകിച്ച് ഡിസഗ്രിമെൻറ്റ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ ടോൺ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ദ കിങ്സ് ലോസ്റ്റ് ദ മാച്ച് ഡ്യൂ ടു പൂർ പ്ലാനിങ്. വളരെ മോശമായിട്ടുള്ളൊരു പ്ലാനിങ് ആയിരുന്നു, അത് കാരണം അവർ തോറ്റുപോയത്. ദാറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ബട്ട് ഐ വുഡ് സേ ദേ ഡിഡ്ന്റ് പ്രാക്ടീസ് ഇനഫ്. അതായത് അത് പോയിന്റ് ശരിയാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു അവർ നന്നായി പ്രാക്ടീസ് ചെയ്തില്ല. പ്ലാനിങ് ഒക്കെ ചിലപ്പോൾ ശരിയായിരിക്കാം, പ്രാക്ടീസും കൂടെ ഒരു പ്രോപ്പർ രീതിയിൽ നടത്തിയിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ ജയിച്ചു പോയേനെ. നമ്മൾ ആ പറഞ്ഞതിനോട് ഇപ്പം നമ്മളുടെ ഇതാണ് നമ്മുടെ ഒരു ഒപ്പീനിയൻ. അപ്പം നമ്മൾ ആ പറഞ്ഞതിനോട് നമ്മൾ അങ്ങനെ തെറ്റാണെന്ന് പറയുന്നില്ല, നമ്മളപ്പോൾ അവരെ കുറച്ചുകൂടെ ഒന്ന് ശരിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് പറയുകയാണ്. ദാറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. പക്ഷേ എന്നാലും ഐ വുഡ് സേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അധികം നന്നായി പ്രാക്ടീസ് ചെയ്തില്ല. സോ കണ്ടോ, ഇത്തരം രീതിയിൽ നമ്മൾ അവരെയും മുഷിപ്പിക്കുന്നില്ല, നമ്മൾ നമ്മളുടെ ഒപ്പീനിയൻ പറയുകയും ചെയ്തു. അങ്ങനെ വേണം ഒരു കോൺവെർസേഷൻ എപ്പോഴും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ദാറ്റ്സ് നോട്ട് ഹൗ ഐ സീ ഇറ്റ്, അല്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് ദ വേ ഐ സീ ഇറ്റ്. ഞാൻ അതിനെ അങ്ങനെയല്ല കാണുന്നത്. കണ്ടോ, ഞാൻ അല്ലാണ്ട് പറയാം എനിക്കത് തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞെങ്കിലും ദാറ്റ്സ് നോട്ട് ദ വേ ഹൗ ഐ സീ ഇറ്റ്, ഞാൻ അതിനെ വേറൊരു രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ വൺ ഡേ റോബോട്ട്സ് വിൽ ഓവർടേക്ക് ഹ്യൂമൻസ്. ഒരുത്തി പറയാം വൺ ഡേ റോബോട്ട്സ് വിൽ ഓവർടേക്ക് ഹ്യൂമൻസ്. ദാറ്റ്സ് നോട്ട് ദ വേ ഐ സീ ഇറ്റ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്താണ് റോബോട്ട്സ്. അവർ നമ്മളുടെ കീഴിലിരിക്കട്ടെ, എന്തിനാണ് അവർ നമ്മളെ ഏറ്റെടുക്കുക എന്നുള്ള പറയണത്? നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് സ്പീഷീസ് ആണ്. അപ്പം നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ അങ്ങനെ പറയണം. ദാറ്റ്സ് നോട്ട് ദ വേ ഹൗ ഐ സീ ഇറ്റ്. അത് നമ്മൾ തീരെ ഇതിനോട് യോജിക്കുന്നില്ല, പക്ഷെ എന്നാലും നമ്മളുടെ ആ ഒരു വേ ഓഫ് എക്സ്പ്രസ് ചെയ്യുന്നില്ലേ, അതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അവിടെ നമ്മൾ അവരെ ലിറ്ററലി അങ്ങനെയൊന്നും അല്ല എന്നല്ല പറയുന്നത്. ദാറ്റ്സ് നോട്ട് ഹൗ ഐ സീ ഇറ്റ്, ഞാൻ അങ്ങനെയല്ല കാണുന്നത്. അത്തരം രീതിയിൽ പൊളൈറ്റായിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ എൻറ്റയർ വീഡിയോയിൽ കണ്ടത്. സോ എപ്പോഴും ഏതൊരു സമയം നമ്മളൊരു കോൺവെർസേഷൻ നടത്തുമ്പോൾ മാക്സിമം ശ്രമിക്കുക. ഒരു പോയിന്റിൽ ഡിസഗ്രിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ റേജോ അല്ലെങ്കിൽ നമ്മുടെ അപ്പം തന്നെ നമ്മൾ ആരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സ്ഥാപിക്കാൻ വേണ്ടിയല്ല. എൻ്റെ ഒപ്പീനിയൻ ഇതാണ്, അല്ലെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അപ്പം ഇത്തരം രീതിയിലുള്ള കോൺവെർസേഷൻസ് അല്ലെങ്കിൽ ഇത്തരം രീതിയിലുള്ള പോയിന്റ്സ് എങ്ങനെ പ്രോപ്പർലി നല്ല വൃത്തിയിൽ അതിനെ കൊണ്ടിടാൻ പറ്റുന്നുള്ളതാണ് കഴിവ്. സോ
ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നിയെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഉറപ്പായിട്ടും ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ കോൺവെർസേഷൻസിൽ ഇത്തരം ഫ്രേസസ് ഉപയോഗിച്ച് ഭംഗിയായിട്ടൊരു കോൺവെർസേഷൻ കൊണ്ടുപോകുക. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 30 days ഫ്രീ ട്രയൽ കിട്ടാൻ വിസിറ്റ് capshine.com അല്ലെങ്കിൽ Capshine ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.